മലയാളി ഫ്രം ഇന്ത്യ സ്റ്റാറിംഗ് നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ. അപ്പൊ ഈ സിനിമ കാണാനുള്ള ഒരു വൗ ഫാക്ടർ ഇതിന്റെ ഡയറക്ടറുടെ പേരെന്നായിരുന്നു. ബിഗ് ഫാൻ ഓഫ് ഹിസ് വർക്ക്സ്. സോ സിനിമ തുടങ്ങുന്ന പാകിസ്ഥാൻ റീജിയൻ കാണിച്ചിട്ടാണ് പിന്നീടാണ് കേരളത്തിലോട്ട് വരുന്നത്. സോ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി കോംബോ അത്യാവശ്യം നല്ലോണം വർക്കായിട്ട് ഫസ്റ്റ് ഹാഫില്. പിന്നെ നിവിന്റെ തക്സ് അതുപോലെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോമഡി, ആളുടെ ഒരു ടെറിട്ടറി ഉണ്ടല്ലോ, അതൊക്കെ ആൾ കിടിലനായി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു കംബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളൊരു കോമഡി പടം കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ പോയിട്ട് കാര്യമില്ല. കാരണം പ്രൊമോ വീഡിയോ ഈ സിനിമയെ കാണുമ്പോൾ ഫുൾ കോമഡി ആയിട്ടല്ലേ തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. പൊളിറ്റിക്സ് ഈ ഡയറക്ടർ എല്ലാ പടത്തിലും ഉണ്ട്. ആ പൊളിറ്റിക്സ് ഇതിലും പറയുന്നുണ്ട്. നമ്മളെ ചിന്തിപ്പിക്കും ചിരിപ്പിക്കുകയും ചെയ്യും മറ്റേ ടൈം. സോ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഒരു പോർഷൻ കഴിയുമ്പോൾ ഒരു ഭീകരതയൊക്കെ ഉണ്ടാക്കും. നമുക്കൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യും. പടം ഇങ്ങടെ പോകണം എന്നുള്ളൊരു പിടുത്തും ഫസ്റ്റ് ഹാഫ് കിട്ടില്ല. സോ ഫസ്റ്റ് ഹാഫിൽ മുഴച്ച് നിൽക്കുന്നതായി തോന്നിയത് ഷൈൻ ടോം ചാക്കോ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അത് അത്യാവശ്യം ഒരു മാസ് സീൻ പോലെ തോന്നുന്ന ഏരിയ. ആള് വന്നിട്ട് എനിക്ക് അത്ര ഗംഭീരാക്കി ചോദിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല ആള് വന്നിട്ട് പെർഫോം ചെയ്ത്. സോ അനശ്വര രാജന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ റോളേ ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയില്ല എന്തിനാ ഇങ്ങനെ ഒരു കാസ്റ്റ് അനശ്വരയെ പോലെ വേറെ ആരെങ്കിലും കൊണ്ടുവന്നൂടെന്ന് തോന്നി. കാരണം അനശ്വരയ്ക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഇതിലില്ല. സെക്കൻഡ് ഹാഫ് പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുകയായിരിക്കും, എന്താണ് അടുത്ത് നോക്കിയിട്ട്. സെക്കൻഡ് ഹാഫ് ബേസിക്കലി ഒന്നുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒന്നുമില്ല. കോമഡി വർക്ക്ഔട്ട് ആയിട്ടില്ല. കോമഡിക്കൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ചിരി ഇട്ട് കൊടുക്കുക, ഹ പറഞ്ഞിട്ട്, അത്രേ ഉള്ളൂ. അതുപോലെ ഇമോഷണൽ സീൻസ് ഉണ്ട്. ഇമോഷണൽ സീൻസ് ഓഡിയൻസും അതുപോലെ സിനിമയും തമ്മിൽ കണക്ട് ആയാൽ മാത്രമേ സിനിമയ്ക്ക് ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഹാഫിൽ ആ ലൈഫ് മിസ്സിംഗ് ആണ്. ഇവർ ഇമോഷണൽ സീൻസ് കരയണമെന്ന് കാണിക്കുമ്പോൾ ആൾക്കാർക്കല്ല, ബേസിക്കലി എനിക്ക് വലിയ ഇമോഷൻ ഒന്നും തോന്നിയില്ല. യൂഷ്വലി ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നത് എനിക്ക് തോന്നിയില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ സെക്കൻഡ് ഹാഫിൽ ഇല്ല. സെക്കൻഡ് ഹാഫ് റിപ്പീറ്റേഷൻ സീൻസ് ആണ്. അത് ഫോൺ ചെയ്യുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസന്, തിരിച്ച് തന്നെ റിപ്പീറ്റ്, അയാൾ അത് ചെയ്യണം, അയാൾ ഇത് ചെയ്യണം പറയണം. അങ്ങനെ കുറെ നേരം ഈ റബ്ബർ ബാൻഡ് പോലെ വലിപ്പിച്ചു കൊണ്ടുപോകണം. പാകിസ്ഥാനി ആയിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. അയാൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയുടെ മോളിൽ നിൽക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ആളുടെ. ടുവേർഡ്സ് എൻഡ് ഒരു BGM ഒക്കെ ഉണ്ട്. ആ BGM അത്യാവശ്യം കൊള്ളായിരുന്നു. എനിക്ക് ബേസിക്കലി സെക്കൻഡ് ഹാഫ് ഗംഭീരം എന്ന് പറയാനുള്ള ഒന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിച്ചു നീട്ടുകയാണ്. സെക്കൻഡ് ഹാഫിലെ മറ്റേ അവസാനം ഒരു കുട്ടി വരുന്നുണ്ട്. ആ കുട്ടി അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യും. ഈ 3 to 4 സീൻസ് മാത്രമേ സെക്കൻഡ് ഹാഫിൽ എടുത്ത് പറയാനായിട്ടുള്ളൂ. ബാക്കിയൊന്നും സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നും ഇല്ല എന്ന് തന്നെ പറയണം. എനിക്ക് അങ്ങനെ ഇപ്പം വലിയ ഗൂസ്ബം മൊമെന്റ് ഒന്നും നെഞ്ചും മിരിച്ച് ഇറങ്ങി വരുന്ന പോലെ ഒന്നും എനിക്ക് ബേസിക്കലി സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ തോന്നിയില്ല. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. കാരണം ധ്യാനും അതുപോലെ തന്നെ അനശ്വരയ്ക്കൊന്നും സെക്കൻഡ് ഹാഫിലൊന്നും വലിയ റോളില്ല. ഇവരുടെ ഒരു ബോണ്ടിങ് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇതൊക്കെ കുറെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ സിനിമയിൽ നമ്മൾ കണ്ട സീൻസ് തന്നെ. നമുക്ക് അറിയാം കഥ എങ്ങോട്ടാ പോകുന്നത്, ഇയാൾ ഇന്ന സ്ഥലമാകുമ്പോൾ മരിക്കും, അയാളുടെ വീട്ടിൽ പോവാണെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫിൽ തോന്നിയില്ല. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ചിലർക്കൊക്കെ ഈ കോമഡി ചിലപ്പോൾ നന്നായി വർക്കാവും. എനിക്ക് പേഴ്സണലി നല്ലൊരു ഫസ്റ്റ് ഹാഫ് ഫോളോഡ് ബൈ ആവറേജിന് തൊട്ട് താഴെ നിൽക്കുന്ന സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് എനിക്ക് സെക്കൻഡ് ഹാഫ് ഒരു ഡിസപ്പോയിന്റ്മെന്റ് പോലെ തോന്നിയത്. അത്യാവശ്യം നല്ല ലാഗും ഇതൊക്കെ ഉണ്ട്. നമുക്ക് കഴിഞ്ഞ് കിട്ടിയാൽ മതി, 2.5 മണിക്കൂർ നമുക്ക് അത്യാവശ്യം സെക്കൻഡ് ഹാഫ് നല്ലൊരു വലിപ്പിക്കൽ തോന്നും. കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിയത് എനിക്ക് സെക്കൻഡ് ഹാഫ്. സോ നിവിൻ പോളി ഫസ്റ്റ് ഹാഫിൽ വന്നു, വീണ്ടും പഴയ രീതിക്ക് സെക്കൻഡ് ഹാഫിലോട്ട് പോയ പോലെയാണ് തോന്നിയത്. സോ ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങളുടെ പൈസയാണ്, ആരും റിവ്യൂ നോക്കണ്ട, പോയി കാണണമെങ്കിൽ കാണുക. അതേപോലെ തന്നെ റിവ്യൂ നോക്കിയിട്ടാണ് പോകണമെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ഓൾ മണിയാണല്ലോ. ഫസ്റ്റത്തെ ഫാൻ ഷോ ഒരു 11 മണിക്കുള്ള ഷോ കൂടുതൽ ഫാൻസ് ആണ് അവർ പറയുന്ന കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റിവ്യൂ നോക്കിയിട്ട് പോവുക. നിങ്ങളുടെ വിഷയമാണ്.